ഏറെ പ്രിയപ്പെട്ട ഈയൊരു സംവാദത്തിൻ്റെ പങ്കാളിയാവുന്ന ആൻ സെബാസ്റ്റ്യൻ, നജ്മ തബ്ഷീറ, ടി കെ വിജയരാഘവൻ, ഈ KLF-ൻ്റെ ചെയർമാൻ കൂടിയായിട്ടുള്ള ഐ മൂസ അവർകൾക്കും ഈ ഒരു സെക്ഷനിലേക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് ഇതിലേക്ക് ക്ഷണിക്കുകയാണ്. എന്തുകൊണ്ട് ഞാൻ കേരളം വിടുന്നു എന്നൊരു വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ് ഇന്ന് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇത് കേരളം മുഴുവൻ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയവും. നമുക്കറിയാം, നേരത്തെ നമ്മുടെ മലയാളികളെല്ലാം പോയിക്കൊണ്ടിരുന്ന ഗൾഫിലേക്കായിരുന്നു. അത് വലിയ തൊഴിൽ മേഖലയായിരുന്നു. എന്നാൽ ഇന്ന് കുറേ കൂടി മാറ്റങ്ങൾ സംഭവിച്ച് ഇന്ന് യൂറോപ്പിലും കാനഡയിലേക്കും സ്വിറ്റ്സർലൻഡിലേക്കും അതുപോലെ ജർമ്മനിയിലേക്കും അതുപോലുള്ള വിദേശങ്ങളിൽ നമ്മളെ യുവാക്കൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വർഷം ശരാശരി 50,000 യുവാക്കൾ ഈ കേരളം വിടുന്നുണ്ട് എന്നാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. ഈയിടെ മനോരമ ഒരു സർവേ നടത്തുകയുണ്ടായി, മലയാള മനോരമ. എന്തുകൊണ്ട് യുവാക്കൾ കേരളം വിടുന്നു എന്നതായിരുന്നു ആ സർവേ. ആ സർവേയിൽ കൂടി മനോരമ ഒരുപാട് ആളുകളെ കണ്ട് ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പോൾ അതിൽ 30.5% യുവാക്കൾ പറഞ്ഞത് ഞങ്ങൾക്കിവിടെ ജോലിയില്ല, മാത്രമല്ല അനുയോജ്യമായ ജോലി ലഭിക്കുന്നില്ല എന്നാണ് അവർ പറഞ്ഞത്. 29.6% ആളുകൾ പറഞ്ഞത് ഞങ്ങൾക്ക് ഹയർ സ്റ്റാൻഡേർഡ് ഓഫ് എഡ്യൂക്കേഷൻ ഇവിടെ ലഭ്യമല്ല, ക്വാളിറ്റിയുള്ള ഗുണപരമായ വിദ്യാഭ്യാസം ലഭിക്കുന്നില്ല. മറ്റൊരു 6% ആളുകൾ പറഞ്ഞത് ശമ്പളം പോരാ, ഞങ്ങൾക്കിവിടെ കിട്ടുന്ന ശമ്പളം വളരെ തുച്ഛമാണ്, അത് പോരാ. മറ്റൊരു 4.6% പറഞ്ഞത് ഞങ്ങൾ വിദേശത്ത് പോകുന്നതുകൊണ്ട് ഞങ്ങളുടെ സ്റ്റാറ്റസ് വർദ്ധിക്കുന്നു, ഞങ്ങളുടേതല്ല ഞങ്ങളുടെ കുടുംബക്കാരുടെ സ്റ്റാറ്റസ് വർദ്ധിക്കുന്നു എന്നാണ്. മനോരമയുടെ ചോദ്യത്തിൽ നിന്ന് വന്ന ഉത്തരങ്ങളാണിത്. അതുകൊണ്ട് ഞാൻ ഈ കാര്യത്തെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. ഏതായാലും ഐ മൂസ ഈ കാര്യത്തെപ്പറ്റി ആദ്യമായി നിങ്ങളോട് സംസാരിക്കുന്നു. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സബ്ജക്റ്റിനെ പറ്റിയാണ് കേരളത്തിലെ യുവതയുടെ പ്രതീക്ഷയായ 2 പ്രമുഖ വ്യക്തികൾ നിങ്ങളുമായി സംവദിക്കുന്നത്. ആൻ സെബാസ്റ്റ്യനും നജ്മ തബ്ഷീറയും ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കേരളീയ സമൂഹം ഇന്ന് ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം തന്നെയാണ്. 10-20 വർഷം കഴിയുമ്പോൾ കേരളം വൃദ്ധന്മാരുടെ നാടാകും എന്നുള്ള തരത്തിലേക്ക് നമ്മുടെ പൊതുസമൂഹത്തിൽ ഈ വിഷയത്തെപ്പറ്റി ഗൗരവമായ ചർച്ച നടക്കുമ്പോഴാണ് ഈ ഫെസ്റ്റിവലിൽ ഈ വിഷയം ഞങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഞാൻ നേരെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. യുവതയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഇവർ 2 പേരോടും, ആൻ സെബാസ്റ്റ്യനോടും നജ്മ തബ്ഷീറയോടും ചോദിക്കാനുള്ളത്, എന്തുകൊണ്ടായിരിക്കും കേരളത്തിൽ നിന്ന് വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നത്? അതിൻ്റെ പിന്നിൽ ആ ആഗ്രഹത്തിന് പിന്നിൽ എന്തെങ്കിലും സുപ്രധാനമായ കാരണങ്ങൾ ഉണ്ടായിരിക്കും. നിങ്ങളുടെ വീക്ഷണത്തിൽ അതെന്താണ് എന്ന് അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്.
ആമുഖമായിട്ട് സാറ് അതിൻ്റെ വിഷയങ്ങൾ പറഞ്ഞു. ഉന്നത വിദ്യാഭ്യാസ നിലവാരവും ഇൻഫ്രാസ്ട്രക്ചർ, ജോലി സാധ്യതകൾ, സാലറി, ലൈഫ് സ്റ്റാറ്റസ് പോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചാനലുകളുടെ സർവേയിലും മറ്റ് പഠനങ്ങളിലെല്ലാം വളരെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യുന്നൊരു വിഷയമാണ്. ഒരു വിദ്യാർത്ഥി പ്രതിനിധി എന്ന രീതിയിൽ ഈ യുവതലമുറയോട് അല്ലെങ്കിൽ വിദ്യാർത്ഥികളോട് വളരെ പേഴ്സണലായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന വിഷയങ്ങൾ ഈ കാറ്റഗറി, ഈ ഫ്രെയിം വർക്കിൻ്റെ ഉള്ളിൽ നിൽക്കുന്നത് തന്നെയാണ്. പക്ഷേ ഉന്നത വിദ്യാഭ്യാസ നിലവാരം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ കാനഡ അല്ലെങ്കിൽ ഓസ്ട്രേലിയ അല്ലെങ്കിൽ P1 ഹാർവർഡ് പോലെയുള്ള യൂണിവേഴ്സിറ്റീസ് കൊടുക്കുന്ന വലിയൊരു ഇത് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. പണ്ടും നമുക്ക് പറ്റിയിരുന്നില്ല അത്രയൊക്കെ എത്തിപ്പിടിക്കാനായിട്ട്. പക്ഷേ ഒരു പ്രാക്ടിക്കലായിട്ട് ഉള്ള ക്യാമ്പസ് ജീവിതത്തിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. റിവാലുവേഷന് അപ്ലൈ ചെയ്തത് കൊണ്ടോ ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു പേപ്പർ കൊടുത്തത് കൊണ്ട് ഒരു വിദ്യാർത്ഥിയുടെ ഒരു വർഷം നഷ്ടപ്പെടുക എന്നുള്ളത് ഞെട്ടലുള്ള കാര്യമല്ല കേരളത്തിൽ. അവിടെ ഞാൻ പഠിക്കുന്ന യൂണിവേഴ്സിറ്റീസിൽ ഉൾപ്പെടെ റിവാലുവേഷന് കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ മറ്റ് സാങ്കേതിക പ്രശ്നം കൊണ്ട് റിസൾട്ട് വിത്ത്ഹെൽഡ് ആയതിൻ്റെ പേരിൽ ഒരു വർഷം നഷ്ടപ്പെടുന്ന ഒരുപാട് വിദ്യാർത്ഥികളുള്ളത് വളരെ നോർമലൈസ് ചെയ്യപ്പെട്ട ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ അകത്താണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളതാണ് സങ്കടകരമായിട്ടുള്ളൊരു കാര്യം. 1960 സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ചാണ് മാതൃ സർവകലാശാല എന്ന് പറയുന്ന കേരള സർവകലാശാല ഇന്നും പ്രവർത്തിക്കുന്നത്. ഇവിടെ ഈ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിൽ പോലും ഒരുപക്ഷെ ഇതിൻ്റെ പല കാര്യങ്ങളും രജിസ്ട്രേഷനും ഒരുപാട് കാര്യങ്ങൾ ഡിജിറ്റലൈസ് ചെയ്തിട്ടുണ്ട്, വളരെ നാച്ചുറലായിട്ട് ഡിജിറ്റലൈസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ വിദ്യാർത്ഥികളുടെ ഗ്രേസ് മാർക്ക് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ്സ് പോലെയുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ, ആ പ്രോസസ്സുകൾ പൂർണ്ണമായിട്ട് ഡിജിറ്റലൈസ് ചെയ്യാൻ 2026 കേരളത്തിലെ സർവകലാശാലകൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് ഇത് ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടനയോ ആരെങ്കിലും ഒക്കെ ഒരുപാട് സമരം ചെയ്തൊന്നും കൊണ്ടുവരേണ്ട ഒരു കാര്യമേ അല്ല. വളരെ നാച്ചുറലി സംഭവിക്കേണ്ട മാറ്റങ്ങളിലൊന്നാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആകേണ്ടത്. പിന്നെ സ്റ്റാറ്റസിൻ്റെ കാര്യം പറഞ്ഞത് അതൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ പിന്നെ അതിനെ വിമർശിച്ച് കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമ്മൾ പറയും യൂറോപ്പിൽ പോയി കക്കൂസ കഴുകാൻ അവന് മടിയില്ല, കേരളത്തിലാണെങ്കിൽ അവന് പറ്റില്ല, വൈറ്റ് കോളർ ജോലിയേ പറ്റുള്ളൂ എന്ന് പറയും. പക്ഷേ യൂറോപ്പിൽ നമ്മൾ അങ്ങനത്തെ ജോലികൾക്ക് പോവുകയാണെങ്കിൽ നല്ല സാലറി ലഭിക്കും, തൊഴിലിൻ്റെ പേരിലുള്ള ഇകഴ്ത്തലുകൾ കേൾക്കേണ്ടി വരികയില്ല. കേരളത്തിൽ ഇത്രയും വിലക്കയറ്റത്തിൻ്റെ സാഹചര്യത്തിലും ഇത്രമാത്രം പ്രൈസ് ഹൈക്കായിട്ട് നിൽക്കുമ്പോൾ പോലും വൈറ്റ് കോളർ ജോലികൾക്ക് മാന്യമായിട്ടുള്ള ശമ്പളം കിട്ടുന്നുണ്ടോ എന്നൊക്കെയുള്ളത് എന്താ അവസ്ഥ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഒരിക്കലും കേരളത്തെ ഇഷ്ടപ്പെടാതെയല്ല, കേരളത്തെ വെറുത്തിട്ടല്ല, വിഷമത്തോടു കൂടിയാണ്, സങ്കടത്തോടു കൂടിയാണ്. ഇപ്പം ഞാൻ ചാലക്കുടിയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ചാലക്കുടിയിൽ ഞങ്ങളുടെ ഒരു തൃശ്ശൂർ, എറണാകുളം, കോട്ടയം, ഇടുക്കി അവിടെയൊക്കെ പള്ളിപ്പെരുന്നാളും ഉത്സവവും ഒക്കെ വിട്ടിട്ട് ഹൃദയം തകരുന്ന വേദനയോടെയാണ് നമ്മുടെ വീട്ടിൽ നിന്നും എല്ലാവരുടെ അവിടെ നിന്നൊക്കെ ഈ പലായനവും വിദേശത്തേക്കുള്ള പഠനത്തിനായിട്ട് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ യുവാക്കൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ കേരളത്തെ ഇഷ്ടപ്പെടാഞ്ഞിട്ടോ ഇവിടെ നിൽക്കാൻ താല്പര്യമില്ലാഞ്ഞിട്ടല്ല, ഇപ്പോഴത്തെ തലമുറയെ ഉൾക്കൊള്ളേണ്ട ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ പൊതു സംവിധാനത്തിൻ്റെ ക്വാളിറ്റി കൂട്ടാതെ ഒരിക്കലും അത് സംഭവിക്കുകയില്ല. പണ്ട് നമുക്ക് കിട്ടിയിരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമായിരുന്നു. എങ്ങനെയെങ്കിലുമൊക്കെ എത്ര ക്വാളിറ്റി ഇല്ലാത്ത ഭരണ സംവിധാനങ്ങളാണെങ്കിൽ പോലും അത് എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നു. പക്ഷേ പുതിയ തലമുറ ക്വാളിറ്റിയോട് നോ കോംപ്രമൈസ് ആണ്. അവർ സ്വാതന്ത്ര്യവും സ്വകാര്യതയും ഒരേപോലെ ആഗ്രഹിച്ചുകൊണ്ടാണ് അവർ പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ
ഇവിടുത്തെ സിസ്റ്റം ഇംപ്രൂവ് ആക്കി പുതിയ തലമുറയെ ഉൾക്കൊള്ളാനും ചേർത്ത് പിടിക്കാനും അവരെ സാറ്റിസ്ഫൈ ചെയ്യാനും മുന്നോട്ട് വന്നാൽ മാത്രമാണ് നമുക്ക് ഇത് ഒരു പരിധി വരെ പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായും അതിൻ്റെ തുടർച്ച തന്നെയാണ് പറയാനുള്ളത്. നമ്മൾ ഈ ചർച്ച തുടങ്ങുമ്പോൾ പറഞ്ഞല്ലോ, പ്രശ്നവും പറഞ്ഞു പരിഹാരവും പറഞ്ഞു. പരിഹാരം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് അത് ഉണ്ടാവുന്നു എന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. നേരിട്ട് അവരോട് തന്നെ സംസാരിക്കുക. എന്തുകൊണ്ടാണ് ഈ നാട് വിടുന്നത്? അവർ പറയുന്നു, ഇവിടെ പഠിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്ന തരം സൗകര്യങ്ങളില്ല, ജോലി ചെയ്യാൻ മതിയായ ഞങ്ങൾക്ക് യോജിച്ച തൊഴിലില്ല, ഇനി ഉണ്ടെങ്കിൽ തന്നെ അതിന് ഞങ്ങൾക്ക് ആവശ്യമായ കൂലിയില്ല. ഇത് മൂന്നും തന്നെയാണ് സ്വാഭാവികമായും ഒരു മൈഗ്രേഷൻ ഉണ്ടാവുന്നതിനുള്ള കാരണം. എല്ലാ കാലത്തും നമ്മളെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പലായനം, മൈഗ്രേഷൻ എന്നൊക്കെ പറയുന്നത് പുതിയൊരു കാര്യമേ അല്ല. നമ്മൾ ആദ്യമേ അങ്ങനെ തന്നെയാണ്. ചിലപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ മലയാളികളുടെ സംസ്കാരം രൂപപ്പെട്ടതിൽ വരെ അവിടെ നിന്നും ഇവിടെ നിന്നുമുള്ള പലായനങ്ങളും മൈഗ്രേഷനും അതിൻ്റെ സ്വാധീനവും ഒക്കെ ഉണ്ട്. ആദ്യകാലങ്ങളിലേക്ക് ഗൾഫ് മൈഗ്രേഷൻ എത്ര നന്നായിട്ടാണ് യഥാർത്ഥത്തിൽ നമ്മെ സ്വാധീനിച്ചത്. ഇപ്പം നമ്മൾ ആ മൈഗ്രേഷനെ ചൊല്ലി വേവലാതി കൊള്ളുന്നത് അതൊരു പോക്കാണെന്നുള്ളതുകൊണ്ടാണ്. ആദ്യകാലങ്ങളിൽ ഇവിടെ നിന്ന് പോയിരുന്ന ആളുകൾ കപ്പൽ കയറിയോ പിന്നീട് ഇപ്പം വിമാനം കയറിയോ ഗൾഫിലേക്ക് പോകുമ്പോൾ നമുക്ക് അത്ര ബേജാറാവേണ്ട കാര്യമൊന്നുമില്ല. കാരണം ജിയോഗ്രഫിക്കലി നമുക്ക് കുറച്ചും കൂടി അടുത്തുള്ള സ്ഥലമാണ് ഗൾഫ് രാജ്യങ്ങൾ ഏതാണെങ്കിലും തന്നെ. ഏതൊരാവശ്യത്തിനും ആളുകൾക്ക് തിരിച്ചു വരാൻ എളുപ്പമുള്ളൊരു സ്ഥലമാണ്. തൊഴിൽ ചെയ്യാൻ വേണ്ടി മാത്രമായാണ് അവിടെ പോകുന്നത്. അവിടുത്തെ ഒരു പെർമനൻറ്റ് റെസിഡൻസ് കിട്ടുക, അവിടുത്തെ ഒരു സിറ്റിസൺ ആവുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇവരിവിടെ ഉണ്ട് എന്ന് നമുക്കും അറിയാം, അവർക്കും അറിയാം. രണ്ടാമത്തെ ഇപ്പോഴുള്ള ബേജാറ് നമ്മൾ യൂറോപ്പിലേക്കൊക്കെയുള്ള കുടിയേറ്റം കയറിയതിന് തുടങ്ങിയതിനെ കുറിച്ചാണ് നമുക്ക് കുറച്ചും കൂടി ടെൻഷൻ ഉണ്ടാക്കുന്നത്. കാരണം യൂറോപ്യൻ രാജ്യങ്ങൾ പുറത്തു നിന്ന് വരുന്ന ആളുകളെ സ്വീകരിക്കുകയും അവരുടെ തന്നെ പെർമനൻറ്റ് റെസിഡൻസോ സിറ്റിസൺഷിപ്പോ കൊടുത്ത് സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അഥവാ ഇവിടുന്ന് പഠിക്കാൻ പോകുന്ന കുട്ടികൾ, ജോലി ചെയ്യാൻ പോകുന്ന ആളുകൾ ഒക്കെ അവിടുത്തെ ആളുകളായി തീരുന്നു. അതിൽ ഒന്നാം തലമുറ വലിയ പ്രശ്നമില്ല. നമ്മളെ കുട്ടികളാണല്ലോ പോകുന്നത്, അച്ഛനും അമ്മയും ഇവിടെയാണല്ലോ, അവർക്ക് എന്തായാലും ഒരു കണക്ഷൻ നാടുമായിട്ടുണ്ട്. രണ്ടാം തലമുറയാവട്ടെ ഗൾഫ് കുഞ്ഞുങ്ങളെ പോലെ അല്ല. അവിടെയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസം സൗജന്യമാണ്. യൂറോപ്പിൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസം പൂർണ്ണമായും സൗജന്യമാണ്. അത് അവരുടെ നേറ്റീവ് ലാംഗ്വേജിലാണ്. ഇപ്പോൾ യൂറോപ്പ് എന്ന് പറയുമ്പം ജർമ്മനി വേറെയാണ്, ഫ്രാൻസ് വേറെയാണ്, ഇങ്ങനെ എല്ലാ രാജ്യങ്ങളും വേറെ വേറെ കിടക്കുകയാണ്. ജർമ്മനി ചെല്ലുന്ന കുട്ടി ജർമ്മനിൽ പഠിക്കും, നോർവേയിൽ പോരുന്ന കുട്ടി നോർവീജിയനിൽ പഠിക്കും. അങ്ങനെ ആ നാട്ടിലെ ഭാഷയും സംസ്കാരവും ഉള്ള ആ നാട്ടിലൊരു കുട്ടിയെ ഉണ്ടാക്കുകയാണ് അവിടുത്തെ ഗവൺമെൻറ് സൗജന്യമായി ചെയ്തു കൊടുക്കുന്നത്. സ്വാഭാവികമായും ഇവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്തതിൻ്റെ രണ്ടാം തലമുറ ഒരു യൂറോപ്യൻ കുട്ടിയായിക്കൊണ്ട്, അല്ലെങ്കിൽ ഒരു നോർവീജിയൻ കുട്ടിയായിക്കൊണ്ട്, അല്ലെങ്കിൽ ഒരു പാരീസിലെ കുട്ടിയായിക്കൊണ്ടാണ് വളരുക. അവരുടെ സംസ്കാരം, അവരുടെ ഭാഷ, അവരുടെ പഠനം. അപ്പോഴാണ് നമുക്ക് ഈ ടെൻഷൻ വരുന്നത്. ഇവർ വരുന്നില്ലല്ലോ. അവിടെ ജീവിച്ച് വളർന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിലെ സാഹചര്യങ്ങൾ അഡാപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കുകയും ചെയ്യും. അതവിടെ പോയ ആളുകൾ അവിടെ തന്നെ നിൽക്കുന്നു. അപ്പോഴാണ് നമുക്ക് മൈഗ്രേഷൻ ഒരു പ്രശ്നമായി തോന്നുന്നത്. ഇവിടെ ഇപ്പോൾ പത്തനംതിട്ടയിലടക്കം ഒരുപാട് കേരളത്തിലെ തെക്കൻ ജില്ലകളിൽ കൂടി വരുന്ന പ്രേതഭവനങ്ങൾ എന്ന് പറയുന്ന വയസ്സന്മാർ മാത്രം താമസിച്ചു കൊണ്ടിരിക്കുന്ന വീടുകൾ, വിൽക്കാൻ വെച്ചിരിക്കുന്ന വീടുകളൊക്കെ നമ്മൾ ഭയപ്പെടുത്തുന്നത് അതുകൊണ്ടാണ്. അതെന്തുകൊണ്ടുണ്ടാവുന്നു? ഒന്നാമത് ഇവിടെ ആൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ വിട്ടുപോകുന്ന എല്ലാ മനുഷ്യന്മാർക്കും ഈ നാട് കൊള്ളൂല എന്നുള്ളതുകൊണ്ടല്ല. അവർക്ക് പള്ളിപ്പെരുന്നാളാണെങ്കിലും നേർച്ചയാണെങ്കിലും ഉത്സവമാണെങ്കിലും ഒക്കെ മിസ് ചെയ്യുന്നുണ്ട്. അവിടുത്തെ കാലാവസ്ഥ ഇവിടുത്തെ അത്ര സുഖമുള്ള കാര്യമല്ല. എന്തിന് ഡൽഹി പോയി പഠിക്കുന്ന കുട്ടികളെ കണ്ടിട്ട് വിചാരിക്കും അവിടുത്തെ ഈ എയർ പൊല്യൂഷനിൽ എന്തിനാണ് ഈ കുട്ടികൾ ഇടങ്ങേറാവുന്നത്? ഇവിടെ എന്തോരം നല്ല കാറ്റും വെളിച്ചമുള്ള സ്ഥലങ്ങളുണ്ട്. ഇത് ഒഴിവാക്കിയിട്ട് ഇവർ പൊല്യൂട്ടഡ് ആയിട്ടുള്ള വായുവുള്ള ഡൽഹിയിൽ പോയി പഠിക്കുന്നു. അല്ലെങ്കിൽ ഓരോ സീസണിലും എക്സ്ട്രീം ക്ലൈമറ്റ് വരുന്ന മറ്റ് രാജ്യങ്ങളിൽ പോയി താമസിക്കുന്നു. എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളതാ. ഇത് സംഭവിക്കുന്നത് ഈ പറഞ്ഞ പോലെ കൊടുക്കാൻ നമ്മളെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ്. ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഇവിടെ വളരെ വ്യക്തമായി സൂചിപ്പിച്ചത് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യമാണ്. നമ്മളെ നാട്ടിലെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എത്ര ലാഘവത്തോടു കൂടിയാണ് നമ്മൾ അതിനെ കൈകാര്യം ചെയ്യുന്നത്. ഈ 2026 ആവശ്യമുള്ള സ്കില്ലുകളും കോഴ്സുകളും ആണോ നമ്മളിപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്?
ആ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോഴും ഏറ്റവും ചെറിയ കോഴ്സുകൾ ആളുകൾ തപ്പിക്കൊണ്ടിരിക്കുന്ന സമയത്ത് 3 വർഷ ഡിഗ്രി നമ്മൾ 4 വർഷം ആക്കുകയാണ്. കാലം കൂട്ടുന്നു എന്നുള്ളത് മാത്രമല്ല പ്രയാസം, പക്ഷെ അങ്ങനെ കാലത്തിനോട് അപ്ഡേറ്റഡ് ആവേണ്ട സമയത്ത് ഏറ്റവും പിന്നിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്ന യൂണിവേഴ്സിറ്റികൾ കേരളത്തിലുള്ളിടത്തോളം കാലം ക്വാളിറ്റി എഡ്യൂക്കേഷൻ, കുറച്ചുകൂടി നല്ല വിദ്യാഭ്യാസം വേണം എന്നുള്ള ആളുകൾ ഇവിടെ പോകാൻ താല്പര്യപ്പെടും. അവർ ഡൽഹിയിലെ പൊല്യൂട്ടഡ് എയറിനേക്കാളും അവിടുത്തെ ക്വാളിറ്റി എഡ്യൂക്കേഷനെയും അവിടുത്തെ നല്ല നെറ്റ്വർക്കിനെയും കുറച്ചുകൂടി കണക്ട് ചെയ്യും. അതാണ് വലുത് എന്ന് വിചാരിച്ച് കളയും. ഇവിടെ നമുക്ക് സാഹചര്യങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല. ഒറ്റ ഉദാഹരണം പറഞ്ഞ് ഞാൻ ഈ സെഷനിൽ അവസാനിപ്പിക്കാം. ഞാൻ മലപ്പുറം പെരിന്തൽമണ്ണയിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾക്ക് തൊട്ടടുത്ത് അവിടെ ഒരു അലിഗറിൻ്റെ സെൻറ്റർ ഉണ്ട്. അലിഗർ ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മെച്ചപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റിയാണ്. ആ അലിഗറിന് ഇന്ത്യയിൽ ആകെയുള്ള 3 സെൻറ്ററുകളിലൊന്ന് കേരളത്തിൽ മലപ്പുറത്ത് പെരിന്തൽമണ്ണയിലാണ്. കഴിഞ്ഞ UPA ഭരണകാലത്താണ് അങ്ങനെ ഒരു സ്ഥാപനം കേരളത്തിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത്. 300-350 ഏക്കറോളം ഭൂമി അവിടെ ആ അലിഗറിന് വേണ്ടി ഏറ്റെടുത്തിട്ടുണ്ട്. സെൻറ്റർ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി തന്നെയാണ്. അങ്ങനെ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി ഏറ്റെടുത്തിട്ടുണ്ട്. ആ തുടങ്ങിയ കാലത്തുള്ള 2 കോഴ്സുകളിൽ കൂടുതൽ ഒരു കോഴ്സ് പോലും ഇപ്പോഴും അവിടെ വന്നിട്ടില്ല. അതൊരു ക്യാമ്പസിൻ്റെ സ്വഭാവം ഇപ്പോഴും കൈവരിച്ചിട്ടില്ല. പിന്നീട് മാറി വന്നവർക്ക് ഒരുപക്ഷെ അതിനോട് താല്പര്യം ഉണ്ടാവില്ലായിരിക്കാം. രാഷ്ട്രീയം നോക്കിയാണോ അല്ലെങ്കിൽ അവരവരുടെ താല്പര്യം നോക്കിയാണോ വിദ്യാഭ്യാസത്തെ നമ്മൾ കണക്കാക്കേണ്ടത് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. വിദ്യാഭ്യാസത്തിന് ഈ കാലത്ത് അർഹിക്കുന്ന പ്രാധാന്യം നൽകി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്നില്ല. ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റത്തിൽ നമ്മുടെ വിദ്യാഭ്യാസത്തെ കെട്ടിയിടാനാണ് ഒരു പക്ഷേ ഇവിടെയുള്ള ആളുകൾ ഭരണകൂടം താല്പര്യപ്പെടുന്നത് എന്നതുകൊണ്ട് തന്നെയാണ് മറ്റെന്തില്ലെങ്കിലും ശരി നല്ല വിദ്യാഭ്യാസത്തിന് വേണ്ടി ഞങ്ങൾ പുറത്തു പോയിക്കോളാം എന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾ തീരുമാനിക്കുന്നത് എന്നെനിക്ക് തോന്നുന്നു. ബാക്കി ചർച്ചയെ പറയാം. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട കാര്യം വിദ്യാഭ്യാസ മേഖലയിൽ വളരെ നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അപര്യാപ്തത അതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. പക്ഷേ കഴിഞ്ഞ അരനൂറ്റാണ്ടിനുള്ളിൽ നമ്മുടെ കേരളീയ സമൂഹം വലിയ പരിവർത്തനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. ചിന്തയിൽ, ജീവിത രീതിയിൽ എല്ലാം വലിയ തോതിലുള്ള പരിവർത്തനങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പരിവർത്തനങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുമ്പോൾ ആ പുതിയ യുവതലമുറ അവരുടെ വിചാരങ്ങളോട്, അവരുടെ ചിന്തയോട് സമൂഹം കാണിക്കുന്ന കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാട് വിദേശ രാഷ്ട്രങ്ങളിലേക്ക് ചേക്കേറുവാൻ സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം തേടുകയാണ്. ഇക്ക ഭയങ്കര ആധികാരികമായി പറഞ്ഞ കാര്യം എനിക്ക് തോന്നുന്നു. ഒരു ഇറക്കം കുറഞ്ഞ ഡ്രസ്സ് ഇട്ടാൽ തുറപ്പിച്ച് നോക്കുന്ന ആൺകുട്ടി പെൺകുട്ടിയോട് മിണ്ടിയാൽ, പെൺകുട്ടി ആൺകുട്ടിയോട് മിണ്ടിയാൽ അതിൻ്റെ വിശദാംശങ്ങൾ തിരകി പോകുന്ന ഒരു സംവിധാനത്തിൽ ജെൻസികൾ അസ്വസ്ഥരാണ് എന്നുള്ളതിനെ വേറെ ഭാഷയിൽ ഇക്ക പറഞ്ഞതാണെന്ന് ആണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്നുകൂടി കൂട്ടി പറയാം. ഇപ്പോൾ അരാഷ്ട്രീയവാദം യുവാക്കളിൽ വലിയ തോതിലുണ്ട്. പൊതുമേഖലയിൽ, പൊതുരംഗത്ത് സജീവമായി ഇടപെടുന്നതിന് യുവതലമുറ മാറി നിൽക്കുന്നു എന്നുള്ള ആക്ഷേപങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു സാഹചര്യമുണ്ട്. ആൻസി പറഞ്ഞതുപോലെ ആ ആംഗിളിൽ നിന്ന് നോക്കുന്ന ചില സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇവിടെ നിന്നാൽ ശരിയാവില്ല, ഞങ്ങൾ വിദേശത്ത് പോയാൽ നല്ല വണ്ണം ജീവിക്കാൻ കഴിയും, നല്ല ജീവിത സാഹചര്യം ഉണ്ടാകും എന്ന തരത്തിലേക്ക് ഒരു ചിന്തയിലേക്ക് യുവതലമുറയെ കൈപിടിച്ച് കൊണ്ടുപോകുന്നതിന് പൊതുസമൂഹത്തിൻ്റെ ഇത്തരത്തിലുള്ള നിലപാടുകൾ കാരണമായിട്ടുണ്ടോ എന്നതാണ് ആ ചോദ്യം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഞാൻ ആദ്യം സൂചിപ്പിച്ചതിൽ വളരെ കോൺഷ്യസ് ആയിട്ട് സൂചിപ്പിച്ച ഒരു പോയിൻ്റാണ്, സ്വാതന്ത്ര്യവും സ്വകാര്യതയും ഒരേപോലെ ആഗ്രഹിച്ചുകൊണ്ട് വിദേശത്തേക്ക് പോകുന്നുണ്ട്. ഒരു പക്ഷേ വിദ്യാഭ്യാസ എന്ത് കോഴ്സാണ്, ഏത് യൂണിവേഴ്സിറ്റി ആണെന്ന് ഒട്ടും കൺസേൺ അല്ലാതെ, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ യാതൊരു പ്രശ്നമില്ലാത്തവർ വരെ മാതാപിതാക്കളെ ഇട്ട് വിദേശത്തേക്ക് പോകുന്നതിൻ്റെ ഒരു കാരണം സ്വാതന്ത്ര്യവും സ്വകാര്യതയും തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ
കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങളെ ഒരുപക്ഷെ ഈസി ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് ആരുടെയും തെറ്റല്ല, അത് ആരുടെയും പ്രശ്നമല്ല. ഇപ്പോൾ നമ്മൾ ജെൻസി എന്ന് പറയുന്ന കാറ്റഗറിയിൽ അവർക്ക് യൂണിവേഴ്സലായിട്ടൊരു ഭാഷ തന്നെയുണ്ട്. ലോകത്തിൻ്റെ ഏതൊക്കെയോ ഇടങ്ങളിൽ ഉത്ഭവിച്ചിട്ട് അത് നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരു ഭാഷാ ശൈലി ഉണ്ടെന്ന് പറയുമ്പോൾ അവരൊരു കമ്മ്യൂണിറ്റി തന്നെയാണ്. ഗ്ലോബൽ നെറ്റിസൻസ് എന്ന് തന്നെ നമുക്ക് അവരെ പറയാൻ പറ്റും. അപ്പോൾ ആ കാറ്റഗറിയുടെ അകത്ത് നിൽക്കുന്നവർക്ക് പുറത്തുള്ളവർക്ക് അവരെയുമായിട്ടുള്ള ഒരു കണക്ടിവിറ്റിക്ക് ഒരു പ്രശ്നമുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ഈ രാജ്യത്തെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും ഈ നാടിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും ജെൻസികൾക്ക് അല്ലെങ്കിൽ പുതിയ തലമുറകൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ കുറേ കൂടി ഡിബേറ്റ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഇത്ര നാൾ ഞാൻ ആലുവ UC കോളേജിലാണ് ഡിഗ്രിയും PGയും പഠിച്ചത്. 2020 മുതൽ എനിക്കത് കറക്റ്റായിട്ട് ആ ക്യാമ്പസിനെ 2 പീസാക്കിയിട്ട് കാണാൻ പറ്റും. കാരണം 2020 ആ കൊറോണയുടെ ബ്രേക്ക് വരുന്നതിന് മുൻപുള്ള ഒരു മുദ്രാവാക്യത്തിൻ്റെ ശൈലികൾ, ഒരു വൈസ് ചെയർമാൻ ആവണമെങ്കിൽ, ഒരു ലേഡി റെപ്പ് ആകണമെങ്കിൽ ഞാൻ ഏത് ഡ്രസ് കോഡാണ് ആ കോളേജിൽ ഉപയോഗിക്കേണ്ടത് എന്നുള്ള ഒരു പൊതുധാരണ, അങ്ങനെ ഒരുപാട് ഫ്രെയിം വർക്കുകൾ ആ ഒരു കൊറോണയുടെ 2 വർഷത്തിന് ശേഷം വന്ന തലമുറയ്ക്ക് അങ്ങനത്തെ ഒരു മാനദണ്ഡങ്ങളും ഇല്ല. പക്ഷേ അവർ അതിനു മുൻപ് രാഷ്ട്രീയം സംസാരിച്ച വിഷയങ്ങൾ പാറ്റേൺ വേറെയാണെങ്കിലും അവരുടേതായ രീതിയിൽ അവർ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ജെൻഡർ പൊളിറ്റിക്സ് പോലെ, കാലാവസ്ഥ പ്രശ്നം പോലെ, വർഗീയത പോലെ, ന്യൂനപക്ഷ പീഡനങ്ങൾ പോലെ, സ്ത്രീപക്ഷത്തിന് വേണ്ടി സംസാരിക്കുന്ന വിഷയങ്ങൾ പോലെ, പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ചൊക്കെ എങ്ങനെയാണോ പഴയ തലമുറ അഡ്രസ്സ് ചെയ്തത് അതിൻ്റെ മറ്റൊരു രീതിയിൽ ഈ തലമുറയും അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ തെരുവിൽ സമരം ചെയ്ത പോലെ തന്നെ ചെയ്താലാണ് അതൊരു റെസിസ്റ്റൻസ് ആവുള്ളൂ. ഞങ്ങൾ വിളിച്ച അത്രയും ഉറക്കെ അവർ മുദ്രാവാക്യം വിളിച്ചാലാണ് അത് റെസിസ്റ്റൻസ് ആവുള്ളൂ എന്ന് നമ്മൾ ഇനിയും പറയുന്നതിൽ അർത്ഥമില്ല. നമുക്ക് എപ്പോഴും പറയുന്നതാണ് ഫേസ്ബുക്ക് കൾച്ചർ ആൻഡ് ഇൻസ്റ്റഗ്രാം കൾച്ചർ എന്നുള്ളത്. ഈ പറയുന്ന സ്ത്രീ വിരുദ്ധതയും അല്ലെങ്കിൽ ന്യൂനപക്ഷ വിരുദ്ധതയൊന്നും ഇൻസ്റ്റഗ്രാമിൽ പ്രോത്സാഹിപ്പിക്കപ്പെടാത്തതിൻ്റെ കാരണം അവിടെ പുതിയ തലമുറയ്ക്ക് അതേക്കുറിച്ചൊരു ധാരണയുണ്ടെന്നും അങ്ങനെയൊക്കെ ചെയ്യുന്നവരെ ഒറ്റപ്പെടുത്തേണ്ടതാണെന്നുള്ളതുള്ള സ്വാഭാവികമായിട്ടുള്ള തിരിച്ചറിവ് ജെൻസികൾക്കുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇപ്പോഴും മാനവീയം നിലയത്തിൽ 10 മണി വരെ പോലീസ് കാവലിൽ കൊടുക്കുന്നതാണ് നമ്മുടെ നൈറ്റ് ലൈഫ്. കേരളത്തിൽ ദൗർഭാഗ്യവശാൽ 10 മണിക്ക് പോലീസ് കാവലിൽ കൊടുക്കുന്നതാണ് ഇപ്പോഴും നമ്മുടെ നൈറ്റ് ലൈഫ് എന്നുള്ള കോൺസെപ്റ്റ്. അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള നൈറ്റ് ലൈഫുകളും കൂടുതൽ പറക്കാനും കൂടുതൽ ഇടപഴകാനുമുള്ള അവസരങ്ങൾ കിട്ടുന്നിടത്ത് യൂത്ത് മാറുന്നുള്ള ഒരു ഇതാണ്. രാഷ്ട്രീയ പാർട്ടികൾ, ഞാൻ ഉൾപ്പെടെയുള്ള സംഘടനാ പ്രവർത്തനത്തിൽ നിൽക്കുന്നവർ നമ്മുടെ ശൈലികളിലുള്ള പരമ്പരാഗത ബോറടിപ്പിക്കുന്ന ശൈലികൾ മാറിയില്ലെങ്കിൽ സ്വന്തം നാടും വീടും വിട്ട് ഈ യുവജനങ്ങൾ പുറത്തേക്ക് പോകുന്ന പോലെ പരമ്പരാഗത രാഷ്ട്രീയ സിസ്റ്റത്തിൽ നിന്ന് ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ ഇവരകന്നു പോകുന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇവരെ കൂടി ഉൾക്കൊള്ളുന്ന രീതിയിലേക്ക് അപ്ഡേറ്റഡ് ആവേണ്ട ഒരു ആവശ്യത്തെക്കുറിച്ച് ഇപ്പോൾ രാഹുൽ ഗാന്ധി കാർഗോ പാൻസും വൈറ്റ് ടീഷർട്ടും ഇട്ടുള്ള ജെൻസികളെ ചുറ്റുമിരുത്തിക്കൊണ്ട് സംസാരിക്കാനും അവരെ രസിപ്പിച്ചുകൊണ്ട് അവരെ ബോറടിപ്പിക്കാതെ അവരുമായിട്ട് കോൺവെർസേഷൻ നടത്താൻ ഈ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവിന് സാധിക്കുന്നുണ്ടെങ്കിൽ, 2ാം വോട്ട് ചോരിയുടെ പത്രസമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി ഈ രാജ്യത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്രൈസിസ് അവതരിപ്പിച്ചിട്ട് രാഹുൽ ഗാന്ധി വിളിച്ചത് ജെൻസികളോടാണ് ഈ രാജ്യത്തെ തിരികെ പിടിക്കാനായിട്ട് ആഹ്വാനം ചെയ്തത്. പിറ്റേ ദിവസം തന്നെ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ബാനർ ഒന്നുമില്ലാതെ NSUയോ അല്ലെങ്കിൽ അങ്ങനെ SFIയോ അങ്ങനെ ഒന്നും അല്ലാതെ തന്നെ ഒരുപാട് യുവാക്കൾ അവിടുത്തെ വായു മലിനീകരണത്തിനെതിരെ ഡൽഹിയിൽ ഭരണഘടന കയ്യിലേന്തിക്കൊണ്ട് സമരത്തിനിറങ്ങിയ ഒരു ചെറിയ വാർത്ത നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും. അവർ ഹൈലി പൊളിറ്റിക്കലി കോൺഷ്യസ് ആണ്, പക്ഷേ പരമ്പരാഗതമായിട്ടുള്ള ജീർണിച്ച ബോറടിപ്പിക്കുന്ന തട്ടുപൊളിപ്പൻ ചെളിവാരി എറിയുന്ന പ്രസംഗങ്ങൾക്ക് പണ്ടത്തെ പോലെ അവർ കൈയടിക്കുന്നില്ല എന്ന് വിചാരിച്ച് പുതിയ തലമുറയ്ക്ക് രാഷ്ട്രീയ ബോധ്യം കുറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതെ, അതിൻ്റെ
പറഞ്ഞ പോലെ തന്നെ വളരെ വ്യക്തമായിട്ട് അത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. പുതിയ തലമുറയുടെ ബോധ്യങ്ങളെ കുറിച്ചാണെങ്കിൽ അതേ ബോധ്യങ്ങൾ ഇപ്പോഴുണ്ട്, രാഷ്ട്രീയവും ഇപ്പോഴുണ്ട്. പക്ഷെ നമ്മളെ ചട്ടിയിൽ കയറി ഇരുന്നാലേ ഇത് രാഷ്ട്രീയവും ബോധ്യവും ആവൂ എന്ന് വിചാരിക്കുമ്പോഴൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഇടയിൽ ഒരു ഭാഷ മാറിയിട്ടുണ്ട്. ആ ഭാഷയുടെയും സ്വഭാവത്തിൻ്റെയും മാറ്റമാണ് പ്രതിഫലിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങിപ്പോകുന്നതിന് ഇവിടുത്തെ സമൂഹത്തിൻ്റെ ഒരു സ്വഭാവം കാരണമാവുന്നുണ്ടോ എന്നുള്ളതാണല്ലോ നമ്മൾ ചോദ്യമായി ഉന്നയിച്ചത്. സത്യം പറഞ്ഞാൽ ഉണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ എന്തുകൊണ്ട് നമ്മൾ പോവണ്ട എന്ന് പറയാൻ നമ്മളുടെ അടുത്ത് ഉത്തരവുണ്ടോ? കാരണം എക്സ്പോഷറുള്ള കുട്ടികളാണ്, യാത്രാ സൗകര്യങ്ങൾ കൂടിയ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഗ്ലോബലി ഒരു നെറ്റിസൺ എല്ലാ ആളുകളായിട്ടും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഷയുള്ള കുട്ടികളാണ്. ഇവർക്ക് എല്ലാവർക്കും ഇപ്പം നമ്മൾ പണ്ട് കൂടിയാൽ കുറച്ച് ആൾക്കാർ മോഹൻലാൽ ഫാനും കുറച്ച് ആൾക്കാർ മമ്മൂട്ടി ഫാനും ആണെങ്കിൽ ഇവരെല്ലാവരും ഒരു കൊറിയൻ ജാപ്പനീസ് ബാൻഡുകളുടെ ഫാനാണ്. അതിനിപ്പം അമേരിക്കയിലായാലും അത് ഇന്ത്യയിലായാലും മറ്റേത് രാജ്യത്തായാലും ഇവർക്കെല്ലാവർക്കും കോമൺ ആയിട്ട് സംസാരിക്കാൻ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇവർക്കെല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. അഥവാ അവരെ സംബന്ധിച്ചിടത്തോളം ലോകം ചെറുതല്ല, വലുതാണ്. അതുകൊണ്ട് ഒരിടത്ത് നിന്ന് ഒരിടത്തേക്ക് പോവുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യവുമല്ല. എന്നിട്ടും നമ്മളിൽ അവരെ സ്റ്റിക്ക് ഓൺ ചെയ്യണം. ഇവിടെ തന്നെ അവരുണ്ടായിരിക്കണം. അവരുടെ ശേഷികൾ, അവരുടെ കഴിവുകൾ, അവരുടെ തലച്ചോറിനെ ഈ നാടിന് വേണ്ടി പ്രവർത്തിപ്പിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അവരുടെ ഇൻകം, അവരുണ്ടാക്കുന്ന പണത്തെ ഈ രാജ്യത്തിന് അല്ലെങ്കിൽ ഈ നാടിന് വേണ്ടി തന്നെ ഉപയോഗിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ സ്വഭാവം കുറച്ചൊക്കെ നമ്മളും കൈവരിക്കേണ്ടതുണ്ട് എന്നാണ്. അഥവാ നമ്മളെല്ലാവരും മോഹൻലാലിനെ കുറിച്ച് സംസാരിക്കുന്നത് അവസാനിപ്പിച്ചിട്ട് നമുക്കത് അവരെ കൊണ്ട് സംസാരിക്കാം എന്നുള്ളതല്ല. പകരം ഇപ്പം ഈ പരമ്പരാഗതമായി കൈമാറി വന്ന കുറേ കാരണവൻ കോംപ്ലക്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, ആ സാധനമൊന്നും വേണ്ട. അങ്ങനൊരു ഇടങ്ങാറ് പിടിച്ചൊരു കോലത്തിൽ നിങ്ങളും ഇരിക്കേണ്ട, ഞങ്ങളും ഇരിക്കേണ്ട. നമുക്കെല്ലാവർക്കും നിങ്ങൾക്ക് ആഗ്രഹമുള്ള അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ സ്വത്വമുള്ള മനുഷ്യനായിക്കൊണ്ട് ജീവിക്കാം. അത്രേ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ പുതിയൊരു തലമുറ ആഗ്രഹിക്കുന്നുള്ളൂ. പരസ്പര ബഹുമാനമുള്ള കുഞ്ഞുങ്ങളായാൽ നമുക്ക് അവരോട് യാതൊരു തരത്തിലുള്ള ഈ പറഞ്ഞ ബഹുമാനത്തിൻ്റെ ആവശ്യമില്ല. അവിടെ വെറും വാത്സല്യം മതി, അങ്ങനെയല്ല. എല്ലാവരും അവനവൻ്റെ ഐഡൻറ്റിറ്റിയെ, സ്വത്വത്തെ മനസ്സിലാക്കിക്കൊണ്ടാണ് വളരുന്നത്. നമ്മളൊന്നും പഠിക്കാത്ത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ABCD പഠിച്ചിട്ടാണല്ലോ ഈ കുഞ്ഞുങ്ങൾ വളരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം പരസ്പര ബഹുമാനം ആഗ്രഹിക്കുന്നുണ്ട്, സ്വാതന്ത്ര്യവും സ്വകാര്യതയും ഒക്കെയും അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇത് നമുക്ക് കൊടുക്കാൻ പറ്റിയാൽ മാത്രമേ ഏറ്റവും നല്ല കുട്ടികളാണ് എന്ന് നമ്മൾ വിചാരിക്കുന്ന ഈ കുട്ടികളെ ഇവിടെ നിർത്താൻ പറ്റുള്ളൂ. അതിന് ശൈലി മാറ്റണം. നമ്മൾ ചെയ്യുന്ന യാതൊന്നും മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല. നമ്മൾ രാഷ്ട്രീയം മാറ്റണ്ട, നമ്മുടെ നിലപാടുകൾ മാറ്റണ്ട, നമ്മുടെ ആഗ്രഹങ്ങളോ സ്വപ്നങ്ങളോ മാറ്റണ്ട. ചിലപ്പോൾ ശൈലിയിൽ മാറ്റം വരുത്തേണ്ടി വരും. കാരണം നമ്മളുണ്ടായ അല്ലെങ്കിൽ നമ്മൾ കണ്ടതിനേക്കാൾ കുറച്ചുകൂടി എളുപ്പമുള്ള ജീവിതമാണ് പുതിയ കാലം ജീവിക്കുന്നത്. ആ എളുപ്പത്തിലേക്ക് ഇറങ്ങാൻ നമുക്ക് എളുപ്പമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം നമ്മളെ പരമ്പരാഗത ശൈലി ആക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. പക്ഷെ നമുക്ക് എളുപ്പമുള്ള കാര്യമാണ്. ഇവിടെ കുറച്ച് ബഹുമാനങ്ങൾ എല്ലാവർക്കും കൊടുക്കണം. ഇത് പെണ്ണുങ്ങളല്ലേ ആ ബോട്ട് എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ യൂണിവേഴ്സിൽ, അവരുടെ ലോകത്തിൽ ഒരിടം തന്നെ ഇല്ല. അവരുടെ ലോകത്തിൽ ഈ പരസ്പര ബഹുമാനത്തിനാണ് ഏറ്റവും വലിയ ഇടമുള്ളത്. ഞാൻ അവസാനിപ്പിക്കാം. അഥവാ സമൂഹത്തിൻ്റെ സ്വഭാവം ഇവിടെ നിന്ന് ആളുകൾ മൈഗ്രേറ്റ് ചെയ്യുന്നതിൽ കാരണമാവുന്നുണ്ട്. ആ സ്വഭാവം നമ്മൾ എങ്ങനെയാണ് മാറ്റേണ്ടത്? ആശങ്കയോട് കൂടി കാണേണ്ടുന്ന ഒന്നല്ല അത്. എളുപ്പത്തിൽ അഡാപ്റ്റ് ആവാൻ പറ്റുന്ന, എളുപ്പത്തിൽ നമുക്ക് മാറാൻ പറ്റുന്ന ഒന്നാണത് എന്ന് മാത്രമാണ് പറയാനുള്ളത്. ആ സ്വഭാവം ഈ പറഞ്ഞ പോലെ ഒരു പരസ്പര ബഹുമാനത്തിൻ്റെയും നീതിയിലും അധിഷ്ഠിതമായിട്ടുള്ളൊരു സ്വഭാവമായിരിക്കണം എന്ന് മാത്രമേ കൂട്ടിച്ചേർക്കാനുള്ളൂ. ഇന്ത്യയിൽ കേരളത്തിൽ നിന്നാണ് ഏറ്റവും അധികം യുവാക്കൾ, വിദ്യാർത്ഥികൾ വിദേശ രാഷ്ട്രങ്ങളിലേക്ക് പോകുന്നത്, ചേക്കേറുന്നത് എന്നതാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ട്. ഇപ്പോൾ അതിൽ നമ്മുടെ കോളേജ് ക്യാമ്പസുകളിൽ ഉണ്ടാകുന്ന അക്രമ രാഷ്ട്രീയമുണ്ടല്ലോ, അത് അവരുടെ മനസ്സുകളിൽ ഉണ്ടാക്കുന്ന ഒരു ചിന്താധാരയുണ്ട്, ഇവിടെ രക്ഷപ്പെടില്ല എന്നുള്ള. അത്തരം ഒരവസ്ഥ കോളേജ് ക്യാമ്പസുകളിലെ ഈ അക്രമ രാഷ്ട്രീയം ഇതിനൊരു കാരണമായി ഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് എനിക്ക് അടുത്ത ചോദിക്കാനുള്ളത്.
തീർച്ചയായും അക്രമ രാഷ്ട്രീയം ഗ്ലോറിഫൈ ചെയ്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് നടക്കില്ല എന്നുള്ളതാണ്. അത് ഏത് പാർട്ടി ആയാലും ഏത് യൂണിയൻ ഭരിക്കുന്ന ആൾക്കാരായാലും ഇപ്പോഴത്തെ കോളേജിലെ കുട്ടികളുടെ അടുത്ത് ഒരു പരിധിവരെ അക്രമ രാഷ്ട്രീയം, ഹോസ്റ്റൽ മുറിയിലെ പീഡനങ്ങൾ, പിന്നെ ഇടിമുറികളുടെ ക്യാമ്പസുകളെ നിങ്ങൾ മാറ്റുന്നില്ലെങ്കിൽ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ പ്രൊഡക്റ്റീവായിട്ടുള്ള വിദ്യാർത്ഥികൾ ഇല്ലാതാകുന്നുള്ളത് മാത്രമാണ് സൊല്യൂഷൻ. സ്വന്തം അപ്പനും അമ്മയും പോലും അവരെ 5 വയസ്സ് മുതൽ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം, അപ്പോൾ നമ്മൾ വീട്ടിൽ ഈ കളർ കർട്ടൻ ഇട്ടോട്ടെ എന്ന് 5 വയസ്സുള്ള കുട്ടിയോട് ചോദിക്കുന്ന വീട്ടിൽ നിന്ന് 5 വയസ്സിലും 6 വയസ്സിലും വീട്ടിലെ കളറിൻ്റെയും ഡിസൈൻ്റെയും കാര്യത്തിൽ വരെ അഭിപ്രായം പറഞ്ഞ് അത്രയും ബോൾഡായിട്ടുള്ള, അത്രയും സെൽഫ് റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള കുട്ടികൾ കോളേജിൽ വരുമ്പോൾ പണ്ടത്തെ ശൈലിയിൽ അവരെ ഇടിമുറിയിലിടാനോ റാഗ് ചെയ്യാനോ അല്ലെങ്കിൽ കോളേജ് യൂണിയൻ്റെ അധികാരം അവരുടെ മേലിലൊക്കെ അടിച്ചേൽപ്പിക്കാൻ നോക്കുകയാണെങ്കിൽ അവർ ആ സംവിധാനത്തിൽ നിന്ന് പൂർണ്ണമായി മാറുകയാണ് ഉണ്ടാവുള്ളൂ. ഇവിടെ നമ്മൾ ഇതുപോലെയുള്ള പണ്ട് കോളേജിലൊക്കെ വരുമ്പോൾ കോട്ടകളാണെങ്കിൽ ആ കോട്ടകൾ സൃഷ്ടിച്ചവരുടെ കൊടി മാത്രമേ ഉയർത്താൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആ അധികാര കേന്ദ്രത്തോട് മാത്രമേ അടിമപ്പെടാൻ പാടുള്ളൂ എന്നൊക്കെ ഒരു എഴുതി വെക്കാത്ത അലിഖിതമായിട്ടുള്ള ഒരു ചട്ടമുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ ക്യാമ്പസുകളിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു പരിധിക്കപ്പുറം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അതിപ്രസരമോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ചൂഷണം ചെയ്യലോ ഉണ്ടെങ്കിൽ അവർ പതുക്കെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് കമ്മ്യൂണിറ്റി അങ്ങ് ഉണ്ടാക്കി ആ റെപ്പുമാരെ ജയിപ്പിച്ച് ആ യൂണിയൻ അങ്ങ് പിടിച്ചെടുക്കും. അല്ലെങ്കിൽ സ്പോർട്സ് വിങ്ങിലെ ഒരുപാട് പേര് സ്പോർട്സിൻ്റെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ് റെപ്പുമാരെ വിജയിച്ച് ജനറൽ സെക്രട്ടറി ആയിട്ടോ വൈസ് ചെയർപേഴ്സണൊക്കെ ആയിട്ട് ആ പാനലിൽ നിന്ന് അതുവരെ കേട്ടിട്ടില്ലാത്ത കമ്മ്യൂണിറ്റികളിൽ നിന്ന് റെപ്രസെൻറ്റേറ്റീവ്സിനെ ജയിപ്പിക്കാൻ പോലുമുള്ള ഒരു സ്പിരിറ്റ് ഈ തലമുറയ്ക്കുണ്ട്. ഇപ്പോൾ നമ്മൾ ഉൾപ്പെടുന്ന സംഘടനാ പ്രവർത്തനം നടത്തുന്ന പരമ്പരാഗത രാഷ്ട്രീയ കക്ഷികളാണ് തീരുമാനിക്കേണ്ടത് അരാഷ്ട്രീയവാദത്തിലേക്ക് ഇവരെ തള്ളിവിടണോ, ഈ പറയുന്ന രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമുള്ള രാഷ്ട്രീയ കക്ഷികളോട് ചേർന്ന് ഇവരെ നിൽക്കാൻ പാർട്ടികൾ അപ്ഡേറ്റഡ് ആവണോ എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞ മുട്ടാപ്പോക്കിൻ്റെ രാഷ്ട്രീയം ഈ തലമുറയുടെ അടുത്ത് നടക്കില്ല എന്നുള്ളതാണ്. ഞാൻ ഇത്രയും നേരം ഈ പറയുന്ന ജെൻസികളെ അല്ലെങ്കിൽ പുതിയ തലമുറയെ സപ്പോർട്ട് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ ഭയങ്കര അങ്ങനെ ഡിഫെൻഡ് ചെയ്തിട്ടാണ് സംസാരിച്ചത് ഇവിടെ നിന്നുള്ള ചോദ്യങ്ങളെല്ലാം. പക്ഷേ ഈ തലമുറയുടെ ഒരു പ്രശ്നമെന്ന് പറയുകയാണെങ്കിൽ ഒരു പക്ഷേ കണ്ടിന്യൂറ്റി കുറവാന്നുള്ളത്. ഇപ്പോൾ ബംഗ്ലാദേശിലായാലും മഡഗാസ്കറിലും ധാക്കയിലൊക്കെ ഉള്ള ജെൻസി മൂവ്മെൻറ്റ്സിൻ്റെ ഒരു പ്രശ്നമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് അവരുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ഇൻ്റർനെറ്റാണ്. ഫ്രാൻസിൽ പണ്ട് ഭക്ഷണമില്ലാതായപ്പോൾ റെവല്യൂഷൻ സംഭവിച്ചു എന്ന് പറയുന്നത് പോലെ ഇൻ്റർനെറ്റ് കട്ടാകുമ്പോൾ ഇവരെല്ലാവരും തെരുവിലേക്ക് ഇറങ്ങാണ്. പക്ഷെ അതൊരു ചെറിയ വിഷയമല്ല, നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട വലിയ വിഷയം തന്നെയാണ്. പക്ഷേ അതിന് പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള അടിത്തറ ഇല്ലാത്തത് കൊണ്ടും സെൻസിബിളായിട്ടുള്ള കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ലീഡർഷിപ്പ് ഇല്ലാത്തത് കൊണ്ടാണ് അത് പാർലമെൻറ്റിൽ തീയിട്ടുകൊണ്ട് അവസാനിക്കുന്നത്. ഒരു പക്ഷേ ജെൻസികളുടെ എനർജീനെ, ജെൻസികളുടെ വൈബ്രൻസിനെ ഇവിടുത്തെ രാഷ്ട്രീയ സംഘടന അല്ലെങ്കിൽ KSUവും SFIയും MSF ഒക്കെ വളരെ കറക്റ്റായിട്ട് ചാനൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഈ രാജ്യത്തിൻ്റെ വർഗീയത വളരെ സ്വാഭാവികമായിട്ട് തന്നെ അവസാനിക്കും. ഈ രാജ്യത്തെ ന്യൂനപക്ഷ വേട്ട അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇൻകറക്റ്റ്നെസ്സിൻ്റെ കാലഘട്ടമൊക്കെ വളരെ സ്വാഭാവികമായിട്ട് തന്നെ നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. നമ്മൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഈ തലമുറയുടെ വൈബ്രൻസും എനർജിയും എല്ലാം ഉപയോഗിക്കപ്പെടാൻ പോകുന്നത് വർഗീയതയും ലഹരിയും മയക്കുമരുന്നും അല്ലെങ്കിൽ തീവ്രവാദവും ഒക്കെയാണ് ഈ എനർജീനെ സോഴ്സ് ചെയ്ത് എടുക്കാൻ പോകുന്നതെന്നാണ് എടുക്കാൻ പോകുന്നു എന്നല്ല,
എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരെ കറക്റ്റായിട്ട് ചാനൽ ചെയ്യാനും ഇവരെ ബോറടിപ്പിക്കാതെ ഇവരുടേതല്ലാത്തൊരു ലോകമാണെന്ന് തോന്നിപ്പിക്കാതെ ഈ പറയുന്ന ദേശീയതയുടെ രാഷ്ട്രീയമായാലും മതേതരത്വത്തിൻ്റെ രാഷ്ട്രീയമായാലും സോഷ്യലിസത്തിൻ്റെ രാഷ്ട്രീയമായാലും കമ്മ്യൂണിസത്തിൻ്റെ രാഷ്ട്രീയമായാലും അത് ഇവരെ ബോറടിപ്പിക്കാതെ ഇവരെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇടിമുറികളുള്ള ക്യാമ്പസുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മൾ മുദ്രാവാക്യങ്ങളിൽ തന്നെ നമ്മളിങ്ങനെ പറയില്ലേ, ആണുങ്ങളുടെ മുദ്രാവാക്യങ്ങളൊക്കെയുള്ള ഒരു പക്ഷേ വളരെ ഡയറക്റ്റായിട്ട് പൊളിറ്റിക്കൽ ഇൻകറക്റ്റ്നെസ് വാരി വിതറുന്ന മുദ്രാവാക്യങ്ങളും പഞ്ച് ഡയലോഗുകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് തന്നെ രാഷ്ട്രീയം സംസാരിച്ചു തുടങ്ങിയാൽ ഇവർ ആ രാഷ്ട്രീയത്തിൻ്റെ ഇതിലേക്ക് വരും. ഈ പറയുന്ന സിദ്ധാർത്ഥ് എന്ന വയനാട് വെറ്റിനറി പൂക്കോട് ക്യാമ്പസിലെ സിദ്ധാർത്ഥിൻ്റെ കൊലപാതകം നടന്ന് അതിനുവേണ്ടിയുള്ള നിരാഹാരമെല്ലാം നമ്മൾ സെക്രട്ടേറിയറ്റിൻ്റെ മുൻപിൽ നടക്കുമ്പോൾ നമ്മൾ കാണാതെ പോകുന്ന ഓരോ സംഭവമുണ്ട്. 10ാം ക്ലാസ്സിലും +1ലും +2ലും പഠിക്കുന്ന അപ്പനും അമ്മയും മക്കളും കൂടിയും ഒരുപാട് വീടുകളിലിരുന്ന് അന്ന് തീരുമാനമെടുത്തിട്ടുണ്ടാവും, ഞങ്ങൾ കേരളത്തിൽ രാഷ്ട്രീയമുള്ള ക്യാമ്പസുകളിൽ പഠിക്കില്ല എന്നൊരു തീരുമാനമെടുത്തിട്ടുണ്ടാവും. ഒരുപക്ഷെ അതിന് കാരണക്കാരായിട്ടുള്ള, അതിന് നേതൃത്വം കൊടുത്ത സംഘടന ഒരുപക്ഷെ ഒരു വിദ്യാർത്ഥിയുടെ ജീവനെടുത്ത വലിയ ക്രൂരതയോടൊപ്പം തന്നെ ക്യാമ്പസിൻ്റെ രാഷ്ട്രീയം രുചിക്കണമെന്നും രാഷ്ട്രീയം സംസാരിക്കണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന +1 +2 16-17 വയസ്സുള്ള ഒരുപാട് കുട്ടികൾ ആ ഒരു മഹാകടലിലേക്ക് ഒഴുകാനുള്ള അവരുടെ സാധ്യതയെ കൂടിയാണ് ഇല്ലാതാക്കിയത്. ഇവിടെ നമുക്ക് അനുവദിച്ച സമയം തീരാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ ഓഡിയൻസ് എന്തെങ്കിലും ചോദിക്കുകയും വേണം. ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ വിഷയത്തെപ്പറ്റി 2-3 കാരണങ്ങൾ ഇവർ പറഞ്ഞു. ഇവർ രണ്ടും, നജ്മയും ആനും. ഒന്ന്, ഹയർ എഡ്യൂക്കേഷൻ ക്വാളിറ്റി ഇല്ല, അതിവിടെ ലഭ്യമല്ല. അതുപോലെ തന്നെ വേതനം, അനുയോജ്യമായ ജോലിയും വേതനവും കിട്ടുന്നില്ല. പിന്നെ സാമൂഹ്യ അവസ്ഥ. അതുകൊണ്ട് അപ്പോൾ ഈ അവസ്ഥ പരിഹാരം കണ്ടെത്താൻ എന്താണ് മാർഗം? നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇത് മാറ്റിയെടുക്കാൻ? അത് നജ്മ പറയട്ടെ. ഇതിന് നിങ്ങൾ പറഞ്ഞ 3-4 കാരണങ്ങളുണ്ടല്ലോ ഇവിടുന്ന് വിട്ടുപോകുന്നത്. ആ കാരണങ്ങൾ ഇതിന് പരിഹാരമാണല്ലോ. അതിന് നിങ്ങളുടെ നിർദ്ദേശം എന്താണ്? അതെ, സ്വാഭാവികമായിട്ട് നമ്മൾ പരിഹാരം കൂടി പങ്കുവെച്ചു എന്നാണ് വിശ്വസിക്കുന്നത്. ഈ പറഞ്ഞ കണക്കേ പരിഹാരം എന്താണെന്ന് വെച്ചാൽ മാറാൻ തയ്യാറാവുക എന്നുള്ളത് തന്നെയാണ്. ഏത് തരത്തിൽ? ഇപ്പോൾ ക്യാമ്പസിലെ പൊളിറ്റിക്സിനെ കുറിച്ച് പറഞ്ഞല്ലോ. ക്യാമ്പസിലെ പൊളിറ്റിക്സ് കുട്ടികളെ, അല്ലെങ്കിൽ അക്രമ രാഷ്ട്രീയം കുട്ടികളെ ഇതിൽ നിന്ന് മാറ്റുന്നുണ്ടോ? ഇവിടെ വേണ്ടാന്ന് തീരുമാനിക്കാൻ കാരണമാവുന്നുണ്ടോ? അക്രമ രാഷ്ട്രീയം ആരാണോ ആ വഴിയിലൂടെ പോകുന്നത് അവർ സ്വയം ഔട്ട്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. അവർ സ്വയം ഔട്ട്ഡേറ്റ് ആവുന്നത് എന്തുകൊണ്ടാണ്? ഇതിൽ താല്പര്യമില്ലാത്ത ഒരു വലിയ കൂട്ടം ഉണ്ടാവുന്നതുകൊണ്ട്. പക്ഷെ ആ അക്രമമാണോ പ്രശ്നം? ആ അക്രമം രാഷ്ട്രീയം ഇല്ലെങ്കിലും ഉണ്ടാവും. ഇപ്പം ഒരു രാഷ്ട്രീയം ഇല്ലാത്ത +2 സ്കൂളുകളിലൊക്കെ ബാച്ച് തിരിഞ്ഞ്, ക്ലാസ് തിരിഞ്ഞ് വലിയ തല്ലുകൾ ഉണ്ടാവുന്നു. ഇത് ലോകത്ത് എവിടെ പോയാലും അക്രമമൊക്കെ ഉണ്ടാവും. ആ അക്രമം ഉണ്ടാവുന്നത് ഒരു ഹോമോസാപ്പിയൻ സ്വഭാവമാണ്, അല്ലാതെ നമ്മുടെ കേരളത്തിലെ മാത്രം എന്തോ ഒരു പ്രശ്നമൊന്നുമല്ല. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ഇടയിലുണ്ടെങ്കിലും ഏറ്റവും എസെൻഷ്യലി വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ കണക്കെ ആത്മാവിഷ്കാരത്തിനുള്ളൊരു സ്വാതന്ത്ര്യം ഇവിടെ ഇല്ല എന്ന് വിചാരിക്കുന്നതാണ്. 2, ഇനി അതൊക്കെ ശരിയായാൽ തന്നെ നല്ല തൊഴിലോ വേതനമോ ഇല്ല എന്നുള്ളതാണ്. നല്ല തൊഴിലും നല്ല വേതനവും ഉണ്ടായാൽ ആത്മാവിഷ്കാരത്തിനുള്ള വഴികളൊക്കെ സ്വയം അവർ തന്നെ, അല്ലെങ്കിൽ നമ്മൾ തന്നെ തുറന്നുണ്ടാക്കും. നല്ല തൊഴിലും വേതനവും ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും പരിഹാരം ഉണ്ടാവേണ്ടത് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി കൺക്ലൂഷനാണ്. അതിലിടക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സംശയ നിവാരണം ഉണ്ടെങ്കിൽ അത് ചോദിക്കാം. സമയമില്ല, പെട്ടെന്ന് ചോദിക്കണം. കേരളത്തിലെ സ്വാശ്രയ വിദ്യാഭ്യാസം സ്ഥാപനങ്ങൾ ഈ ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു ഇതിൻ്റെ ഒരു പരിഹാരം നൽകാൻ ആരംഭിച്ചത്. അത് എത്രത്തോളം വിജയപ്രദമായിട്ടുണ്ട്? ഇപ്പോൾ ആയിരക്കണക്കായ വിദ്യാർത്ഥികൾ അന്യ രാജ്യങ്ങളിൽ മാത്രമല്ല അന്യ സംസ്ഥാനങ്ങളിലും പോകുന്നുണ്ട്. ഇപ്പോൾ മംഗലാപുരത്ത് പല കോളേജിൽ ചെന്ന് നോക്കിയാൽ
അല്ലെങ്കിൽ കോയമ്പത്തൂരിലെ കോളേജിൽ ചെന്ന് നോക്കിയാൽ മലയാളി വിദ്യാർത്ഥികളാണ് കൂടുതൽ കാണുക. അപ്പോൾ ഈ ചോർച്ച അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മളെ ആൻ്റണി സർക്കാരിൻ്റെ കാലത്ത് ഇവിടെ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ടുവന്നത്. അങ്ങനെ ആയിരക്കണക്കിന് സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ പോക്കിനെ തടയിടാൻ വേണ്ടിയിട്ട് കുറേയൊക്കെ ഫലപ്രദമായിട്ടുണ്ട്. ആ കാര്യത്തെപ്പറ്റി എന്താണ് പറയാനുള്ളത്? അല്ല, സ്വാശ്രയ വിദ്യാഭ്യാസത്തിൽ നമുക്ക് കോഴ്സുകളിൽ അപ്ഡേഷൻ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു പക്ഷേ ബാംഗ്ലൂരും കോയമ്പത്തൂരും പോകുന്നവർക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ചിലപ്പോൾ പെൺകുട്ടികൾക്കൊക്കെ ഇവിടെ തന്നെ ആ കോഴ്സുകൾ പഠിക്കാൻ ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്. അത് ഓക്കെയാണ്. പക്ഷേ അത് പഠിച്ചിറങ്ങിയിട്ട് അവർക്ക് ജോലി കിട്ടുന്നു, ആ പഠിച്ച കോഴ്സിന് ചെലവാക്കിയ ലക്ഷങ്ങൾക്കനുസരിച്ചുള്ള സാലറി അവർക്ക് കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് വിഷയം. പിന്നെ ഈ പറയുന്ന ഈ അൺഎയ്ഡഡ് ആയിട്ടുള്ള മാനേജ്മെൻറ്റുകളുടെ ഫീസ് സ്ട്രക്ചർ ആയാലും മറ്റു കാര്യങ്ങളൊക്കെ ആയാലും ചോദ്യം ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പല രീതിയിലുമുള്ള ഈ ഇടിമുറികളും അല്ലെങ്കിൽ ഹോസ്റ്റൽ കൊലപാതകങ്ങളെല്ലാം തന്നെ ഈ പറയുന്ന കൂടുതൽ അൺഎയ്ഡഡ് ആയിട്ടുള്ള കോളേജുകളിൽ നിന്നാണ്. അപ്പോൾ അരാഷ്ട്രീയവാദം ഉള്ളിടത്തും രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരം ഉള്ളിടത്തെല്ലാം വിദ്യാർത്ഥികൾ അവിടുന്ന് വിട്ടുപോണതാണ് കണ്ടേ. ഞാൻ പറഞ്ഞ പോലെ സ്വാതന്ത്ര്യത്തോടെ ശ്വസിക്കാനും അവനവൻ്റെ ക്വാളിറ്റിക്കും കപ്പാസിറ്റിക്കും അനുസരിച്ചുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസും സാലറിയും കിട്ടാത്തതൊക്കെ തന്നെയാണ്. അതിന് അൺഎയ്ഡഡ് കോളേജുകൾ ഒരു പരിഹാരമല്ല, പൂർണ്ണമായിട്ടൊരു പരിഹാരമല്ല. അങ്ങനെയാണല്ലോ നമ്മുടെ ഈ ദിവസങ്ങൾ, ഈ കാലഘട്ടം നമ്മളെ കാണിച്ചു തന്നിട്ടുള്ളത്. അതേപോലെ നന്ദി പറയാം. വളരെ മനോഹരമായ ഒരു സെഷൻ നമുക്ക് വേണ്ടി അവതരിപ്പിച്ച മുഴുവൻ പാനലിസ്റ്റുകൾക്കും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തുന്നു.